സാറ്, ഞാനിന്ന് ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം, കേരളത്തിലെ മുഴുവൻ പോലീസുകാരെ ഉദ്ദേശമല്ല. നമുക്കറിയാം, ഏകദേശം 66,000 പോലീസ് സേനാംഗങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലീസുണ്ട്. അവരെല്ലാവരും ഉദ്ദേശമല്ല. നമുക്കറിയാം, കേരളത്തിലെ പോലീസ് നല്ല പോലീസാണ്. നല്ല അന്വേഷണത്തിനും എല്ലാത്തിനും മികവുറ്റ പോലീസാണ്. രാജ്യത്ത് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സേനാ വിഭാഗമാണ് നമ്മുടെ കേരളത്തിലെ പോലീസ്. അവരെ അടച്ചു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ശ്രദ്ധ ക്ഷണിക്കലല്ല. സർ, ഇന്ന് കേരളത്തിൽ നമുക്കറിയാം ഏകദേശം 828 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ. മാത്യു കുഴൽനാടൻ 5/12/2022 അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടി ഏർപ്പെടുകയാണ് പറഞ്ഞത് 822 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, പോലീസ് സേനാംഗങ്ങൾക്ക്. നമ്മുടെ പോലീസിൽ ഞാൻ പറഞ്ഞ 66,000 പോലീസ് സേനാംഗങ്ങളിൽ 828 പേർക്ക്. സാർ, അതിനകത്ത് പിന്നീട് എച്ച് സലാം ചോദിച്ച ചോദ്യത്തിൽ 105 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടേണ്ട ഉത്തരവിട്ടിട്ടുണ്ട്. 105 പേരെ. അത് ഈ 828 പേരിൽ 105 പേരെ പിരിച്ചുവിട്ടായിട്ട് പറഞ്ഞു. ഇതുകൂടാതെ വേറൊരു സംഭവമുണ്ട്. നമ്മുടെ വിവിധ കേസുകൾ ഉൾപ്പെട്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ, അത് ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കി. അത് VR സുനിൽകുമാർ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ ഏകദേശം എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരിലേക്ക് വെച്ച് നോക്കുമ്പോൾ 1389 പേരെ 1389 ആളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മൊത്തം സംസ്ഥാനത്തെ ജീവനക്കാരുടെ മൊത്തം പറഞ്ഞു, ഞാനിപ്പോൾ പറയുന്ന പോലീസ് സേനയില്. സാർ, ഈ 828 പേര് ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് പറയുന്നു. സാർ, എന്തുകൊണ്ട് ഇപ്പൊ 105 പേരെ നമ്മൾ നാട്ടിൽ സസ്പെൻഡ് ചെയ്യുന്ന അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു? സാർ, എന്തുകൊണ്ട് ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കുന്നില്ല? ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, 66,000 പോലീസ് ഉദ്യോഗസ്ഥർ ഏകദേശം വരുമ്പോൾ 1% ജസ്റ്റ് മുകളിൽ മാത്രമാണ് ഈ പറഞ്ഞ ക്രിമിനൽ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ഗുണ്ടകളുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളൂ. ഈ നമുക്കറിയാം, ഇത്രമാത്രമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ചീത്തപ്പേര് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 66,000 പേർക്ക് ചീത്തപ്പേര് കേൾപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്കെതിരെ എന്തുകൊണ്ട് ശക്തമായ നടപടി വെച്ച് കഴിഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്യും. നമ്മൾ ചില കേസുകളിലൊക്കെ വരുമ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യും. വലിയ വാർത്ത വരും, പത്രങ്ങൾ വാർത്ത വരും, ന്യൂസ് ചാനലുകൾ വാർത്ത വരും. അത് വലിയ പ്രശ്നമായി പ്രതിഷേധമായി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പറയും കർശന നടപടി സ്വീകരിക്കും, സസ്പെൻഡ് ചെയ്യുന്നു. ഇതെല്ലാം കുറേ നമ്മൾ ജനം എല്ലാവരും മറന്നുപോയി. മീഡിയയും വിടും, എല്ലാവരും വിടും. കുറച്ച് കളയുമ്പോൾ ഇവർ വീണ്ടും ലോ ആൻഡ് ഓർഡറിൽ, സർ, ഇത് വളരെ ഗൗരവമായൊരു കാര്യമാണ്, ലോ ആൻഡ് ഓർഡറിൽ വീണ്ടും ഇവര് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ സാർ അറിയാലോ, ഇതിന് ഗൗരവം ഉൾക്കൊണ്ടേ പറയുന്നത് കേരളത്തിലെ സംരക്ഷണത്തിന് ഉത്തരവാദിത്തമേറ്റ പോലീസുകാർ ക്രിമിനലാകുന്ന ഒരു നടപടിയെ കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. സാർ, അപ്പോൾ ഇവർ വീണ്ടും സസ്പെൻഡ് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ ഇവർ വീണ്ടും ഉത്തരവാദിത്ത താക്കോൽ സ്ഥാനത്ത് തന്നെ വരികയാണ്. ആരും അറിയുന്നില്ല. അപ്പൊ ചില ഭരണ നേതാക്കന്മാർ, അത് കാലാകാലങ്ങൾ വരുന്ന ചില ഭരണ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ പല ആളുകളുടെയൊക്കെ സഹായത്തോടുകൂടി വീണ്ടും ലോ ആൻഡ് ഓർഡറിൽ വരികയാണ്. അവർ വീണ്ടും ഈ ആക്ടിവിറ്റീസ്, ഈ ഗുണ്ടകളുമായിട്ടുള്ള നടപടിക്രമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം സാബു എന്ന എന്താണ് ഒരു ഗുണ്ടയുടെ വീട്ടിൽ വിരുന്ന് സൽക്കാരത്തിന് നിൽക്കുന്നത്. ഇത് വിവരം പറഞ്ഞ് അങ്കമാലി SI അവിടെ മുഖ്യ അതിഥിയായിട്ട് അവിടെ ഇവർക്ക് DYSP ആണെന്ന് അറിയില്ല. പറയാണ് അവിടെ നേരെ സാർ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ്, ബാത്റൂമിൽ കയറി ഒരാൾ ഒളിച്ചിട്ട് ഗുണ്ടയാണെന്ന് വിചാരിച്ചത്. SI എന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ദേ കിടക്കുന്ന DYSP സാബു. DYSPനെ അറസ്റ്റ് ചെയ്യാൻ SIക്ക് അധികാരമുണ്ട്. അവിടെ കൺഫ്യൂഷനായി. പക്ഷെ അവരെ പോലീസ് നമുക്കറിയാം ബാക്കി നടപടിയിലേക്ക് പോയി. സാർ, അതുപോലെ തന്നെ സാർ ഒരു കാര്യം പറയാം, ഈ ഗുണ്ടാ മാഫിയുമായി പോലീസിന് വലിയ ബന്ധമാണ്. അതിന് ഞാൻ എൻ്റെ ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സാർ, എൻ്റെ നാട്ടിൽ ആലുവ നിയോജകമണ്ഡലത്തിൽ കൊണ്ടോട്ടി എന്നൊരു സ്ഥലമുണ്ട്. ആലുവ നിയോജകത്തിൽ കൊണ്ടോട്ടിയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഒരു സുലൈമാൻ പുതുവങ്കുന്ന് എന്ന് പറഞ്ഞ മുൻ പഞ്ചായത്ത് മെമ്പറെ അതിക്രൂരമായി ഗുണ്ടകൾ ആക്രമിച്ചു. ഇന്നും അദ്ദേഹത്തിന് ബോധം ശരിയായിട്ടില്ല. വളരെ മാനസികാവസ്ഥ വലിയ തകർന്നിരിക്കുകയാണ്. ഇത് അവിടെ പോണ്ടായി, നമ്മൾ പോലീസ് വന്നു, ഗുണ്ടകളെ അറസ്റ്റ് ചെയ്തു, നടപടിയെടുത്തു. അവസാനിപ്പിക്കുക സാർ, നടപടിയെടുത്തു. പക്ഷേ പോലീസിന്റെ റിപ്പോർട്ട് എന്താ?
പോലീസ് ഗുണ്ടാക്രമണം ലഘൂകരിക്കാൻ വേണ്ടി പറഞ്ഞു 2 പള്ളികൾ തമ്മിലുള്ള തർക്കമാണെന്ന് അവസാനിപ്പിക്കുക സാർ. 2 പള്ളികൾ തമ്മിൽ തർക്കമാണെന്ന് സാർ. അങ്ങനെ പള്ളിയുടെ തർക്കമല്ല, അവിടെ ഗുണ്ടാക്രമണം നടന്നത്. ആ ഗുണ്ടാക്രമണത്തെ ലഘൂകരിക്കാൻ വേണ്ടി റൂറൽ SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചമച്ചുണ്ടാക്കിയിരുന്ന ഒരു കഥയാണ് സാർ. ഇങ്ങനെ ഗുണ്ടകളെ നടത്തുന്ന പോലീസിന്റെ നടപടി ഇങ്ങനെയുള്ള ക്രിമിനൽ പോലീസുകാരെ എങ്ങനെ നമുക്ക് ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സാധിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാന്യനായ അംഗം ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിനുള്ള മറുപടി പറയുകയാണ്. മികച്ച ക്രമസമാധാന പാലന ശേഷി, കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുമുള്ള മികവ്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി പൊതുജീവന സേവനം നടത്താനുള്ള പ്രാപ്തി, മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനുള്ള ആർജവം എന്നിവയിലെല്ലാം ഇന്നത്തെ കേരള പോലീസ് രാജ്യത്ത് തന്നെ മുൻനിരയിലാണുള്ളത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. ജനസൗഹൃദ സേവനം ഉറപ്പാക്കി കേരള പോലീസ് മുന്നേറുമ്പോഴും ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ക്രിമിനൽ വാസനകളുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്നും പുറത്താക്കുന്നതിന് ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികളും വകുപ്പുതല നടപടികളും സ്വീകരിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങളുടെ ഗൗരവത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 108 ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. വിവിധ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ തുടർന്നു വരുന്നുണ്ട്. ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ചു പൊറുപ്പിക്കില്ല എന്നത് തന്നെയാണ് സർക്കാർ നയം. ചോദ്യം സാറേ, എൻ്റെ ഒരു ചോദ്യം പ്രധാനമാണ് സാറേ. ഇന്ന് നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഭരണകക്ഷി നേതാക്കന്മാർ സമ്മർദ്ദം ചെലുത്തുന്നു. സാർ അതാണ് ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമായി പല ഉദ്യോഗസ്ഥന്മാരും പലരും ആത്മഹത്യ ചെയ്യുന്നു. ഒരാഴ്ചക്കിടയിൽ 5 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ആത്മഹത്യ ചെയ്തത്. സാറേ അവരെ ചോദ്യം പറയൂ. അങ്ങനെയുള്ള ഈ മാനസികമായ സമ്മർദ്ദമുണ്ടാക്കി ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യുന്നു. ഏകദേശം 100-ൽ പരം ആളുകൾ വോളണ്ടറി റിട്ടയർമെന്റ് ചോദിച്ചിരിക്കുകയാണ് പോലീസിൽ. അപ്പൊ അത് ഗൗരവമായൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷിക്കുമോ? ഈ മാനസിക സമ്മർദ്ദമുണ്ടായി പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നതും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കുറിച്ച് വ്യക്തമായ അന്വേഷണം ഉണ്ടാവുമെന്നാണ് ചോദ്യം. സർ, ഈ കഴിഞ്ഞ 8 വർഷക്കാലം സംസ്ഥാനത്ത് പോലീസ് സേനയുടെ മുഖം അതിൽ വലിയ മാറ്റം സംഭവിച്ച ഒരു കാലഘട്ടം കൂടിയാണ് സർ. ഒരു ജനമൈത്രി പോലീസ് സേന, അതായത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒട്ടനേകം പദ്ധതികളുണ്ട് സർ. ഇപ്പോൾ ജനമൈത്രി പോലീസ് പദ്ധതിയുണ്ട്, അതുപോലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുണ്ട്, വനിതകൾക്ക് സ്വയം പ്രതിരോധ പരിശീലന പദ്ധതികളൊക്കെ ഉൾപ്പെടെ ഒട്ടനേകം പദ്ധതികളിലൂടെ ജനകീയമായ ഒരു പോലീസ് സേനയാണ് സംസ്ഥാനത്തുള്ളത്. സർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ 108 പോലീസുകാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു, അവരെ പുറത്താക്കി എന്നുള്ളത് പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ചത് ഈ ബാക്കിയുള്ളവർക്കെതിരെയും എന്നുള്ളതാണ്. അതിലൊരു വിഷയം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. സർ, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ് പണിഷ്മെന്റ് ആൻഡ് അപ്പീൽ ചട്ടങ്ങൾ 10A പ്രകാരം സർ ഏതെങ്കിലും ഒരു കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കോടതിയിൽ ആ നടപടിക്രമങ്ങൾ കേസ് തുടർന്നു വരികയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടികൾ അതിനുശേഷം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർ, ഇതിൽ പലപ്പോഴും ഈ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ കാറ്റിനെയോ അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ആ നടപടികൾ സ്റ്റേ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതുപോലെ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ 108 പേർക്ക് എതിരെയാണ്, അവരെയാണ് പുറത്താക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ നടപടികൾ നല്ല നിലയിൽ സ്വീകരിക്കുന്നുണ്ട്. പോലീസ് സംവിധാനത്തിനുള്ളിൽ തന്നെ അതിൽ നല്ല ഇടപെടലുകൾ നടക്കുന്നുണ്ട്.